ഒരു നിമിഷം ലോക ചാമ്പ്യന്മാർ പുറത്തായി എന്ന് പോലും തോന്നിപ്പോയി. അത്രയും മികച്ച ഒരു മത്സരമായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയിട്ടുള്ളത്. അർജന്റീന vs ഈജിപ്ത് 2-3 ഗോളുകൾക്ക് അർജന്റീന ഈജിപ്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. നമ്മൾ അർജന്റീനയുടെ എതിരാളികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അർജന്റീനയ്ക്ക് സുഖമായിട്ട് വേൾഡ് കപ്പിൻ്റെ സെമി വരെയെങ്കിലും മാർച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. കെപ്പെ വെർദയുടെ മത്സരം വരുന്നതിന് മുമ്പും എല്ലാവരും പറഞ്ഞിരുന്ന കാര്യമാണ്. പിന്നീട് കെപ്പെ വെർദയ്ക്കുള്ള മത്സരത്തിൽ എന്താണ് കണ്ടത്? ഇപ്പോൾ ഇതാ ഈജിപ്തിനെതിരെയും എന്താണ് നമ്മൾ മത്സരത്തിൽ കാണുന്നത്? ഈ രണ്ട് ടീമുകളും, ആഫ്രിക്കയിൽ നിന്നുള്ള രണ്ട് ടീമുകളും അർജന്റീനയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ബിഗ് കോമ്പറ്റീഷൻ നൽകാനും ഒരു ബിഗ് ഫൈറ്റ് നൽകാനും ഇവർക്കും സാധിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആ രണ്ട് ടീമുകൾക്കും അർജന്റീനയ്ക്കെതിരെ ഗോൾ സ്കോർ ചെയ്യാനും അർജന്റീനയുടെ ആ ഡിഫൻസ് ലൈൻ ബ്രേക്ക് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള കാര്യം. ഈ രണ്ട് മത്സരത്തിലും അർജന്റീന വിജയിക്കുന്ന ആ സമയമാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ മാച്ച്, ലാസ്റ്റ് സമയത്താണ് അർജന്റീന ഈ രണ്ട് മത്സരത്തിലും വിജയിക്കുന്നത്. അതുകൊണ്ട് ഈ വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അത് തന്നെയാണ്. ചെറിയ ടീമോ വലിയ ടീമോ എന്നില്ലാതെ എല്ലാവരും അട്ടിമറികളും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. അപ്പോൾ നമ്മൾ ഈജിപ്തിൻ്റെ സൈഡ് നോക്കുമ്പോൾ അവർ 29ാം സ്ഥാനത്താണ്. 29ാം സ്ഥാനത്തുള്ള ഒരു ടീമാണ് 1ാം സ്ഥാനത്തുള്ള മുൻ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയെ 79 മിനിറ്റ് വരെ 2 ഗോളുകൾ അടിച്ചുകൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. പക്ഷേ മത്സരം അവസാനിച്ചപ്പോൾ 3 ഗോളുകൾ അർജന്റീന തിരിച്ചടിച്ചുകൊണ്ട് ഒരു കംബാക്ക് നടത്തുന്ന ഒരു രംഗം നമ്മൾ കാണുകയുണ്ടായി. ഈ മത്സരത്തിന് മുമ്പ് അവരുടെ ഈജിപ്തിൻ്റെ മാനേജറായിട്ടുള്ള ഹുസൈൻ ഹസൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഞങ്ങൾ അർജന്റീനക്കെതിരെയാണ് മത്സരിക്കുന്നത്, നോട്ട് മെസ്സി. നിങ്ങൾക്ക് മെസ്സി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മോസലയും ഉണ്ട്. ശരിയാണ്, മോസലയുണ്ട്. അവരുടെ ഒരു മികച്ച ഒരു കിങ് ആയിട്ടാണ് മോസലയെ അവരുടെ ആരാധകർ പോലും കാണുന്നത്. ശരിയാണ്, പക്ഷേ മെസ്സിയെ നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തെ നിങ്ങൾ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. അതാണ് ഇന്നത്തെ മത്സരത്തിലെ റിസൾട്ട് ഇത്തരത്തിൽ ആയി മാറിയത് എന്നുള്ളതാണ്. 2 ഗോളുകൾക്ക് നിങ്ങൾ വിജയിച്ച് നിൽക്കുന്ന ആ ഒരു അവസരത്തിൽ നിങ്ങളുടെ പദ്ധതികളെല്ലാം വിജയിച്ചു എന്ന മട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ 3 ഗോളുകൾ മെസ്സിയിലൂടെയും അർജന്റീന ആ ഒരു വിജയത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ആ ഒരു ഫ്രസ്ട്രേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ലിയണൽ സ്കലോണി ആ മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ നടത്തിയ 2 സബ്സ്റ്റിറ്റ്യൂഷനുകൾ ശരിക്കും അതാണ് ഈ മത്സരത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മത്സരത്തിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്ന 2 സബ്സ്റ്റിറ്റ്യൂഷനുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന 2 സബ്സ്റ്റിറ്റ്യൂഷനുകൾ. അത് ഒന്ന് മാർട്ടിനസിൻ്റെയും 2 മൊന്റിലിൻ്റെയുമാണ്. രണ്ടാളും മികച്ച പെർഫോമൻസ് ആണ് ഹാഫ് ടൈമിന് ശേഷം വന്നുകൊണ്ട് ആ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. 2 പേരും 2 അസിസ്റ്റ് നൽകാൻ ഇരുവർക്കും സാധിച്ചിട്ടുണ്ട്. അതായത് മാർട്ടിനസിനെ ഒരു പകരക്കാരൻ്റെ റോളിൽ ഒരു മുന്നേറ്റത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? മാർട്ടിനസും അൽവാരസിനും ആ ഒരു മുന്നേറ്റത്തിൽ ഒരു ഫോർവേഡായിട്ട് ഒരു സ്ട്രൈക്കറും ഒരു സെക്കൻഡ് സ്ട്രൈക്കറുമായിട്ട് കളിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ലിയണൽ മെസ്സിക്ക് പിറകോട്ട് ഇറങ്ങിച്ചെന്ന് പന്ത് ക്യാരി ചെയ്യാനും പന്ത് ചോദിച്ചു വാങ്ങി കളി ബിൽഡപ്പ് ചെയ്യാനും ലിയണൽ മെസ്സിക്ക് സാധിച്ചു. അതാണ് ഈ മത്സരത്തിൻ്റെ റിസൾട്ട് ഈ ഒരു രീതിയിലേക്ക് എത്താൻ സാധിച്ചത്, ഹെൽപ്പ് ചെയ്തത് എന്നാണ് പറയാനുള്ളത്. ആ 2 ഗോൾ വഴങ്ങിയതിന് ശേഷം മെസ്സി നടത്തുന്ന ചില മൂവ്മെൻറ്റുകൾ, ചില അറ്റാക്കുകളുണ്ട്. അദ്ദേഹം കൂടുതൽ അപകടകാരിയായി മാറിയത് ആ 2 ഗോൾ അവർ വഴങ്ങിയതിന് ശേഷമാണ്. അങ്ങനെ ലിയണൽ സ്കലോണിയുടെ കൃത്യമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകൾ കൃത്യമായി മത്സരത്തിലെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ അർജന്റീനയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്ട്രൈക്കർമാർക്ക് ഗോൾ കണ്ടെത്താൻ ഈ മത്സരത്തിലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ലിയണൽ മെസ്സി മാത്രമാണ് അവരുടെ മുന്നേറ്റത്തിൽ ഗോളടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുള്ളത്. അവരുടെ സ്ട്രൈക്കറായിട്ടുള്ള മാർട്ടിനസിനും അൽവാരസിനും മാർട്ടിനെ സംബന്ധിച്ച് ഒരു പെനാൽറ്റി ഗോളാക്കി മാറ്റുന്ന ഒരു കാഴ്ച കണ്ടു. അതല്ലാതെ ഒരു ഗോളൊന്നും അദ്ദേഹത്തിനോ അൽവാരസിനോ നേടാൻ സാധിച്ചിട്ടില്ല. അർജന്റീന വിജയിച്ചെങ്കിലും അവരെ സംബന്ധിച്ച് 29ാം സ്ഥാനത്തുള്ള ഒരു ടീമിനെതിരെ ഇത്തരത്തിലാണ് വിജയിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ എത്രത്തോളം കടുപ്പമേറിയതാണ് എന്നുള്ളത്. ഇനി അടുത്ത മത്സരം ഒരുപക്ഷെ കൊളംബിയക്കെതിരെ ആയിരിക്കാം. അതിനുശേഷം പിന്നീട് സെമിയും ഫൈനലും ഒക്കെ വരാൻ പോകുന്നത് ഉറപ്പായിട്ടും ഫ്രാൻസ് പോലത്തെ, ഇംഗ്ലണ്ട് പോലത്തെ വമ്പന്മാർക്കെതിരെയായിരിക്കും. അവർക്കെതിരെ ഇത്തരത്തിലാണ് ലിയണൽ മെസ്സിയും സംഘവും കളിക്കുന്നതെങ്കിൽ 2ാമത്തെ കിരീടമെന്ന സ്വപ്നവും അത് പാതിവൽ ഉപേക്ഷിക്കേണ്ടി വരും.